മതത്തിനും ജാതിക്കുമപ്പുറം മനുഷ്യനെ കണ്ടെത്താൻ സൈക്കിളിൽ സോളോ ഇന്ത്യൻ പര്യടനവുമായി ഒരു യുവാവ്. ജമ്മു കാശ്മീർ സ്വദേശിയായ നിഷാന്ത് ശർമ്മ എന്ന 27-കാരനാണ് മനുഷ്യത്വം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യവുമായി സൈക്കിളിൽ ഏകനായി ഇന്ത്യ ചുറ്റുന്നത്. മതത്തിനും ജാതിക്കുമപ്പുറം മനുഷ്യനാണ് വലുതെന്ന സന്ദേശം സമൂഹത്തിന് നൽകുകയാണ് നിഷാന്ത് തൻ്റെ യാത്രയിലൂടെ. മതത്തിന്റെയും ജാതിയുടെയും വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യരാശിക്കായി സൈക്കിളിൽ ഇന്ത്യ ചുറ്റാനിറങ്ങിയിരിക്കുകയാണ് ഒരു 27-കാരൻ. മതവും ജാതിയും പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കുന്ന ഇന്ത്യയിൽ മനുഷ്യനില്ലെങ്കിൽ മതവും ജാതിയും ഉണ്ടാകില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന സന്ദേശവുമായാണ് നിഷാന്ത് ശർമ്മ എന്ന യുവാവ് സൈക്കിൾ പര്യടനം നടത്തുന്നത്. 8 മാസം മുൻപ് 2025 ഡിസംബർ 24-ന് കശ്മീരിൽ നിന്നാണ് നിഷാന്ത് തന്റെ യാത്ര ആരംഭിച്ചത്. ഹിമാചൽ, ജമ്മു കാശ്മീർ, ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കർണാടക, കേരള സംസ്ഥാനങ്ങൾ പിന്നിട്ട് യാത്ര ഇപ്പോൾ കന്യാകുമാരിയും കടന്നിട്ടുണ്ട്. മതത്തിന്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ മനുഷ്യൻ വിഭജിക്കപ്പെടുന്ന ഈ കെട്ടകാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശമാണ് നിഷാന്ത് ശർമ്മ സമൂഹത്തിന് നൽകുന്നത്. മനുഷ്യനില്ലെങ്കിൽ മതം കൊണ്ട് പ്രയോജനമില്ലെന്നും നിഷാന്ത് പറയുന്നു. कि हमारे इंडिया में आजकल कास्ट को लेके, रिलीजन को लेके, लैंग्वेज को लेके लोग डिवाइड हो रहे हैं. लाइक वी पीपल आर गेटिंग डिवाइडेड ओवर रिलीजन, ओवर कास्ट, ओवर लैंग्वेजेस. सो मेरा पर्पस ये है कि हम सबको एक मिलके रहना चाहिए. वी आर वन. एंड अगर ह्यूमैनिटी है तो रिलीजन है, अगर ह्यूमैनिटी नहीं है तो रिलीजन का कोई फायदा नहीं है. और हर एक रिलीजन में, चाहे वो गीता हो, चाहे वो बाइबल हो, चाहे वो कुरान हो, चाहे वो ग्रंथ साहिब हो, सबसे पहले बात होती है ह्यूमैनिटी की. तो हमारे इंडिया में ह्यूमैनिटी खत्म होती जा रही है. जस्ट किस वजह से? पॉलिटिशियंस की बातें मान के लोग हमारा माइंड फ्लश करते हैं, लाइक हमारा माइंड वॉश करते हैं और हम भीड़ देख के उनके पीछे जाने लग जाते हैं. पर मैं 7 मंथ से ट्रैवल कर रहा हूँ. काफ़ी सारी स्टेट कवर करी मैंने. मुझे हिंदू भी मिले, मुस्लिम भी मिले, क्रिश्चियन भी मिले, सिख भी मिले. सबने बहुत ज़्यादा सपोर्ट करा, बहुत ज़्यादा प्यार दिखाया. बहुत अच्छा एक्सपीरियंस रहा है मेरा. 7 मंथ में आई डिडंट हैव एनी सिंगल मेमोरी. ജമ്മു സ്വദേശിയായ നിഷാന്ത് ഇപ്പോൾ ഡൽഹിയിലാണ് താമസം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കടന്ന് യാത്ര നേപ്പാളിലേക്ക് പ്രവേശിക്കാനാണ് നിഷാന്ത് ഉദ്ദേശിക്കുന്നത്. BCA ബിരുദധാരിയായ നിഷാന്തിന് സൈക്ലിംഗ് പ്രൊഫഷനായി എടുക്കാനാണ് താല്പര്യം. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. Empire College of Science. Empire College of Science, Moondal, Kuttipuram, Malappuram.